പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ആമേൻ മെയ് മാസം 29 ബുധനാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ അവൈക്കനിങ് മീറ്റിങ്ങിൻ്റെ 3-ാം ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഇത് കർത്താവ് നമുക്ക് വേണ്ടി സ്പെഷ്യലി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ദിവസമാണ് ഈ ബുധനാഴ്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ദിവസം പ്രത്യേകമായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യണം. കർത്താവ് നടത്തിയ വിധങ്ങൾക്കായിട്ട് പ്രത്യേകം നന്ദി പറഞ്ഞാട്ട്. കഴിഞ്ഞ കാലം കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ, അതിനായിട്ട് കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം അപ്പാ. സ്തോത്രം 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 സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നില്ലേ, അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ ഉണർത്തിയില്ലേ, അതിന് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് ആനന്ദത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം നാം എന്ത് ചെയ്യണം? സന്തോഷിച്ച് ആനന്ദിക്കണം. കർത്താവ് ചെയ്ത നന്മകളെ അങ്ങ് ഓർത്തന്നെ സന്തോഷിക്കണം. അപ്പം നിങ്ങൾ പറയും, അയ്യോ എൻ്റെ ജീവിതത്തിൽ കർത്താവ് നന്മയൊന്നും ചെയ്തിട്ടില്ല, ആരോഗ്യത്തോടെ ഇരുത്തിയില്ലേ. ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത് ദൈവകൃപയാണ്, നിങ്ങൾ ജീവനോടിരിക്കുന്നത്. അപ്പോൾ അതിനെങ്കിൽ കർത്താവിന് സ്തോത്രം പറയണം. ആമേൻ. ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത്യുന്നതിന് എൻ്റെ നേർച്ചകളെ കഴിക്കുക. ആമേൻ. അത് സങ്കീർത്തനം 50:14 പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതിന് 23 പറഞ്ഞു, സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ കർത്താവിനെ എന്നെ ചെയ്യുന്നു? മഹത്വപ്പെടുത്തുന്നു. ആമേൻ. അപ്പം ഈ പകൽക്കാലം മുഴുവൻ ഒരു സ്തോത്രയാഗം അർപ്പിക്കുന്ന ദിവസമാണ്. ഒന്നും പറഞ്ഞ് പെറുപെറുക്കാതെ ദൈവത്തിന് ഇങ്ങനെ സ്തോത്രം പറഞ്ഞ്, കർത്താവേ ഈ ശ്വാസം എടുക്കാൻ നീ എനിക്ക് കൃപ തന്നതിന് സ്തോത്രം, എനിക്ക് നടക്കാൻ കൃപ തന്നതിന് സ്തോത്രം, എൻ്റെ കൈകളെ ഉയർത്താൻ കൃപ തന്നതിന് സ്തോത്രം, എൻ്റെ കൈകളെ അടിക്കാൻ എനിക്ക് കൃപ തന്നതിന് സ്തോത്രം, എൻ്റെ മേശയിൽ ആഹാരം ഉണ്ടല്ലോ അതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് 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 ഇന്ന് പകൽക്കാലം കർത്താവിനെ അങ്ങ് സ്തോത്രം ചെയ്യണം കേട്ടോ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പയുടെ മുഖത്തേക്ക് നോക്കുന്നു. അപ്പോൾ ഞാൻ ഈ ജനത്തെ അങ്ങയുടെ കൈകളിലേക്ക് തരിക. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും അങ്ങയുടെ ശക്തിയാൽ നിറയട്ടെ, പുതു കൃപകളാൽ നിറയട്ടെ, പുതു ബലത്താൽ നിറയട്ടെ. പരിശുദ്ധാത്മാവിന് വലിയ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇതുവരെ ഇല്ലാത്ത ആത്മീകമായ അനുഭവങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ. ആത്മകൃപയുണ്ടാകട്ടെ. ആത്മാവിൻ്റെ വലിയ പകർച്ചകൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഏലീശായുടെ കണ്ണ് തുറക്കപ്പെട്ടതുപോലെ ഇന്ന് പൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണ് തുറക്കപ്പെടട്ടെ. കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത് കാണുവാൻ, കർത്താവ് കൊടുത്തിരിക്കുന്ന നന്മകളെ കാണുവാൻ, കർത്താവ് തുറന്നിരിക്കുന്ന വഴികളെ കാണുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കണ്ണുകൾ തുറന്നു വരട്ടെ, കണ്ണുകൾ തുറന്നു വരട്ടെ. തൻ്റെ ജനത്തിൻ്റെ കണ്ണ് ഇന്ന് പകൽക്കാലം തുറന്നു വരുന്നതിനായിട്ട് സ്തോത്രം. രോഗികൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും നസ്രനായ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യങ്ങൾ നടക്കട്ടെ. നാവേലുള്ള അമേൻ 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 അൾസറുകൾ, വായ്ക്കകത്തുള്ള അൾസറുകൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ഹീലാകട്ടെ. നാവിലുള്ള അൾസറ്, വായ്ക്കകത്തുള്ള അൾസറുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹീലാകട്ടെ. വയറിനകത്തുള്ള അൾസറുകളും ബ്ലീഡിങ്ങുകളും ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സ്റ്റോപ്പ് ആകട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് തൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് ഒഴുകുന്നതിനായിട്ട് സ്തോത്രം. സാമ്പത്തികമായ ആവശ്യങ്ങൾ കർത്താവ് അത്ഭുതം ചെയ്യണമേ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ദൈവത്തിൻ്റെ ഗ്രേസ് ഉണ്ടാകണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും അങ്ങേ അറിഞ്ഞ് ജീവിപ്പാൻ ഇടവരണം. ആരും ലൗകികമായ വഴികളിലൂടെ ഓടുവാൻ ഇടവരരുത്. അതുപോലെ മറ്റ് ആവശ്യങ്ങൾ പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരെ വിടുവിക്കണമെന്ന് പകൽക്കാലം വൈകിട്ടത്തെ മീറ്റിംഗ് അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ച യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പകൽക്കാലം വലിയ കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 തുടങ്ങും നമ്മുടെ മീറ്റിംഗ്. കർത്താവ് അനുവദിച്ചാൽ നിശ്ചയമായിട്ടും പങ്കെടുക്കണം, മിസ് ചെയ്യരുത്. ആമേൻ. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം നമ്മൾ പല പ്രാവശ്യം വായിക്കും, ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്ന വാക്യമാണ്. ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് ആ ഭാഗത്തുനിന്ന് ഓർപ്പിക്കുക. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാതെ ഇരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ആമേൻ. നിങ്ങളുടെ നടപ്പ് ഈ ദ്രവ്യത്തോടുള്ള ആഗ്രഹം, സമ്പത്തിനോടുള്ള ആഗ്രഹം ഉണ്ടാകാതിരിക്കണം. ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? തൃപ്തിപ്പെടുവീൻ. എന്നിട്ട് പറയുക, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ഇന്നത്തെ സന്ദേശത്തിൻ്റെ പേരെന്ന് പറയുന്നത് അവൻ കർത്താവ് നമ്മളെ കൈവിടത്തില്ല. ഹീ ഈസ് വിത്ത് യു ഓൾവേസ്. എപ്പോഴും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അത് നമ്മുടെ ഒരു ബലമല്ലേ? അത് നമുക്ക് വലിയൊരു ബലമാണ്.
കർത്താവ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ആമേൻ. അല്ലെങ്കിൽ നമ്മൾ പാടുന്ന പോലെ ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ യേശു മതിയായവൻ. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഈ എല്ലാവരും കൂടെയുള്ളത് എപ്പോഴും നല്ല നല്ല സമയങ്ങളിലാണ്. ആമേൻ. നമ്മൾ നല്ല ഉയർച്ചയിൽ നിൽക്കുന്ന സമയത്ത്, നമുക്കെല്ലാം തികഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുവാൻ ഒത്തിരി പേര് നമ്മളുടെ കൂടെ ഉണ്ടാകും. എന്നാൽ താഴ്വരകളുടെ സമയങ്ങളിൽ നമ്മുടെ കൂടെ നിൽക്കുവാൻ അധികം ആൾ കാണത്തില്ല. ആ താഴ്വരയുടെ സമയത്തിൽ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സ്നേഹിതന്മാർ, യഥാർത്ഥ സഹോദരങ്ങൾ എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ഒരു പ്രത്യേകത ഇതാ. 34-ാം സങ്കീർത്തനം പറയുന്നില്ലേ, അതിൻ്റെ 18-ാമത്തെ വാക്യം, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ തകർന്നിരിക്കുന്ന ഒരു സമയമായാലും, അവൻ ഭാരപ്പെട്ടിരിക്കുന്ന സമയമായാലും, എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ നിരാശപ്പെട്ടിരിക്കുന്ന സമയമാണെങ്കിൽ, അവിടെയെല്ലാം നമ്മളെ നടത്തുവാൻ നമ്മുടെ കൂടെ നമുക്ക് നല്ല കർത്താവുണ്ട്. നമ്മുടെ കൂടെ നല്ലവനായ ദൈവമുണ്ട്. ആ കർത്താവിനെ നമ്മളങ്ങ് ആശ്രയിക്കണം. ആമേൻ. പർവ്വതങ്ങളുടെ മാത്രം ദൈവമല്ല, താഴ്വരകളിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവമാണ്. അതല്ലേ പറയുന്നത്, സങ്കീർത്തനക്കാരൻ പറഞ്ഞ് 23 എന്നാൽ കൂരിൽ താഴ്വരയിൽ കൂടി നിന്ന് നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം എന്നാ, അയ്യോ, ആ കർത്താവ് പർവ്വതങ്ങളിൽ മാത്രമല്ല നമ്മുടെ കൂടെ നിൽക്കുന്നത്. പർവ്വതദേവനല്ല നമ്മുടെ ദൈവം. ആമേൻ. താഴ്വരകളിലും നമ്മുടെ പ്രയാസങ്ങളുടെ നടുവിലും നമ്മുടെ കൂടെ വന്ന് നിൽക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ധൈര്യമായിട്ടിരിക്കണം, സ്വസ്ഥമായിട്ടിരിക്കണം, സമാധാനമായിട്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ മതി, അങ്ങ് എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ, അങ്ങയുടെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു, അങ്ങ് എന്നോട് കൂടി ഇരിക്കുന്നല്ലോ, അങ്ങയുടെ സ്പർശനം എനിക്ക് സമാധാനം തരുന്നു, അങ്ങ് എന്നോട് കൂടി ഇരിക്കുന്നല്ലോ, അങ്ങയുടെ മാധുര്യമായ ശബ്ദം എനിക്ക് സന്തോഷവും സ്വസ്ഥതയും തരുന്നു. ഇതൊക്കെ നമ്മൾ കർത്താവിനോട് അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് പറഞ്ഞാൽ മതി. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ആ സാന്നിധ്യം അനുഭവിക്കുക. ഇവിടെ നോക്കിയേ, നിങ്ങൾ ആരുമായിക്കോട്ടെ, ഇന്ന് പകൽക്കാലം കർത്താവേ എന്നോട് കരുണ തോന്നണമേ, എൻ്റെ കൂടെ ഉണ്ടാകണമേ എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും നിങ്ങളെ കൈവിടത്തില്ല. നിങ്ങളുടെ ലോകത്തിൽ എത്ര പ്രിയപ്പെട്ടവർ, വളരെ സ്നേഹിതന്മാർ, ആമേൻ, ഒക്കെ കൈവിടുമ്പോഴും കൈവിടാതെ കൈപിടിച്ച് നടത്തുന്ന ഈ നല്ല കർത്താവിനെ, ആമേൻ, ആമേൻ, ഒന്നുകൂടൊന്ന് സ്തോത്രം പറഞ്ഞേ. ആമേൻ, ആമേൻ. ഒരു നാളും കൈവിടാത്ത ദൈവം, 365 ദിവസവും 24 മണിക്കൂർ നമ്മുടെ കൂടെ നിൽക്കുന്ന കർത്താവ്. എന്നാൽ നിങ്ങൾ ഉറങ്ങുകയാണല്ലോ, ഞാൻ പോവാ എന്ന് പറയത്തില്ല. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ നോക്കി, ഉറങ്ങാതെ കണ്ണടയ്ക്കാതെ നമ്മളെ നോക്കുന്ന നല്ല കർത്താവ്. ഈ കർത്താവിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. ഈ കർത്താവാണ് നമ്മളെ സ്നേഹിക്കുന്നത്. ഈ കർത്താവാണ് നമ്മളെ കരുതുന്നത്. ഈ കർത്താവാണ് നമ്മളെ സൂക്ഷിക്കുന്നത്. ഇന്ന് പകൽക്കാലം ആ ദൈവസ്നേഹം അനുഭവിച്ച്, ആമേൻ, ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ അങ്ങ് നടക്കുക. ആമേൻ. ഞാൻ നിന്നെ കൈപിടിച്ച് നടത്തുമെന്ന് പറഞ്ഞില്ലേ, അതെ, ഇന്ന് പകൽക്കാലം നിങ്ങളെ കൈപിടിച്ച് നടത്തും. നിങ്ങളുടെ കൈ നീട്ടിക്കൊടുത്താട്ടെ, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവ് എൻ്റെ കൈ പിടിച്ച് എന്നെ നടത്തിയാട്ടെന്ന് പറഞ്ഞാൽ മതി, അവൻ നിങ്ങളെ കൈപിടിച്ച് നടത്തും കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനത്താൽ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കുറച്ച് പേർക്കൂടൊക്കെ അയച്ചു കൊടുക്കുക, അവർക്കും ബലമാകട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും, ഉയർച്ച പ്രാപിക്കും. ആമേൻ. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.